പ്രസാദേട്ടൻ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണോ? അതെ. വേണ്ട പ്രസാദേട്ടാ, കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാം നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുകയല്ലേ ഭംഗി. അങ്ങനെയായ കാര്യങ്ങൾ കൂടുതൽ വഷളാവില്ലേ? ഞാൻ യോഗ ശീലിച്ചിട്ടില്ല, അതുകൊണ്ട് ആത്മനിയന്ത്രണം ലേശം കുറവാ, വിശേഷിച്ചും ഇത്തരം ഘട്ടങ്ങളിൽ. ഇവിടെ കണ്ണടച്ചാൽ പിന്നെ എന്നും ഞാൻ കണ്ണടച്ച് തന്നെ നിൽക്കേണ്ടി വരും. ഒടുവിൽ ഞാൻ അന്ധനായി പോകും. എന്നെപ്പറ്റി പരാതിയുള്ളവർ അത് അറിയിക്കേണ്ടിടത്താണ് അറിയിക്കേണ്ടത്. അല്ലാതെ എന്നെ കാണാൻ വരുന്നവരെ, എന്നെ സ്നേഹിക്കുന്നവരെ അപമാനിക്കലല്ല. എന്നാലും ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? അവന്മാരാലോചിച്ചോ യമുനയ്ക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഇല്ലല്ലോ. ചൊറിയുന്ന സുഖമുള്ള കാര്യമാണ്, പക്ഷെ മാന്തരുത്, ചോര പൊടി. യമുനയ്ക്ക് അറിയാലോ, പലർക്കും ഇപ്പോ നമ്മുടെ ഈ ഇന്റിമസി നേരം പോക്കാനുള്ള വിഷയമാണ്. ഈ സൗഹൃദം, ഈ അടുപ്പം എങ്ങനെ ഉണ്ടായി എന്ന് മാത്രം ആരും ആലോചിക്കുന്നില്ല. നമുക്ക് നേരെ വിരൽ ചൂണ്ടാനാണ് സർവ്വ മഹാത്മാക്കൾക്കും ധൃതി. അവർ കഥകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ബന്ധങ്ങളിൽ വിഹിതമേത് അവിഹിതമേത് എന്ന വിഷയത്തെപ്പറ്റി വളരെ സീരിയസ് ആയ പഠനത്തിലാണ് സർവ്വ ഇഡിയറ്റ്സും. ആ പഠനത്തിന് ആക്കം കൂട്ടാൻ നമ്മുടേതായ ഒരു സംഭാവന. അതിനാണ് ഞാൻ ഈ കാട്ടാൻ പോകുന്ന നാടകം. ഞാൻ കൂടെ വരണോ പ്രസാദേട്ടാ? അപമാനിച്ചത് യമുനയാണ്, യമുനയിലൂടെ എന്നെയും. അപ്പൊ നമ്മൾ ഒന്നിച്ചു തന്നെ ചെല്ലണം. സദാചാരത്തിന്റെ കാവൽപ്പട്ടികൾ കാണട്ടടോ. വകറ് കേറടോ. പ്രസാദേട്ടാ ഇരിക്കാൻ. ഗുഡ് മോർണിംഗ് ജെന്റിൽമെൻ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ ഓഫീസിൽ പുതിയൊരു കമ്മിറ്റി ഫോം ചെയ്തെന്ന് കേട്ടല്ലോ, സദാചാര സംരക്ഷണ കമ്മിറ്റി. ആരൊക്കെയാ അതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറിയൊക്കെ? നിങ്ങൾ രണ്ടുപേരും തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? വളരെ നന്നായി നമ്പൂരി. നമ്മുടെ ഓഫീസിൽ ശരിക്കും അങ്ങനെ ഒരു കമ്മിറ്റിയുടെ കുറവുണ്ടായിരുന്നു. ഏതായാലും കമ്മിറ്റി ഫോം ചെയ്ത സ്ഥിതിക്ക് ഒരാളെ പരിചയപ്പെടുത്താം. ഇപ്പൊ കണ്ടു കാണല്ലോ, എന്റെ കൂടെ ക്യാബിനിലേക്ക് കയറിപ്പോയ പെൺകുട്ടി. എന്റെ വൈഫിന്റെ അനിയത്തിയ, പേര് യമുന. വയസ്സൊരു 20-21 വരും, കൃത്യമായിട്ട് അറിയില്ല. നല്ല പ്രായമല്ലേ? ഒരുവിധം അവിഹിതമായ ബന്ധത്തിനൊക്കെ പറ്റിയ പ്രായം. ഒരു രഹസ്യം നിങ്ങൾ പറയട്ടെ? അല്ല, സദാചാര കമ്മിറ്റിക്കാരാണ് അറിയിക്കുക. ഞങ്ങൾ തമ്മിൽ സ്വല്പം പിശകായ കണക്ഷനുണ്ട്. പരാതിയുണ്ടോ കമ്മിറ്റിക്ക്? ഉണ്ടോ പ്രസിഡന്റ്? എനിക്കെന്താ പ്രസാദ് പരാതി? അത് പ്രസാദിന്റെ വ്യക്തിപരമായ കാര്യമല്ലേ? ജെയിംസിനോ? തീരെയില്ല. നിങ്ങളിപ്പോ ഈ കാണിച്ചതിന്റെ പേരെന്താണെന്നറിയോ? ചങ്കൂറ്റമില്ലായ്മ. യമുനോടേതായിരുന്നില്ലല്ലോ നിങ്ങളുടെ അപ്രോച്ച്. തമാശയും പരിഹാസവും മാക്സിമം ഇൻസൾട്ടും എല്ലാം കൂടി കൂട്ടിക്കൊച്ചൊരു സൂപ്പർ പ്രയോഗമായിരുന്നില്ലേ? പക്ഷെ അത് ഞങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ലല്ലോ, പ്രസാദിന്റെ ഫ്യൂച്ചർ ഓർത്തിട്ടായിരുന്നില്ലേ? എന്റെ ഫ്യൂച്ചർ എന്താ? എന്റെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഇത്ര താല്പര്യം? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മൈനർ മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോഴൊക്കെ പ്രസാദ് കുറ്റപ്പെടുത്താറില്ലേ? അതെ. അതെന്താ? ഒരാൾക്ക് മാത്രമായി പ്രത്യേക നിയമമൊന്നും ഈ കമ്പനി ഇല്ലല്ലോ. ഗുഡ്. ഇങ്ങനെ വേണം കമ്പനി സ്നേഹിക്കാൻ. The loyal watchdogs of Shiva Constructions, who bark very sincerely in maximum volume. കൊള്ളാം. ഏതായാലും യമുനെ തടഞ്ഞു നിർത്തി
കുറെ ദേശഭക്തി ഡയലോഗ് പറഞ്ഞില്ലേ, ബാക്കിയോട് പറയേ. അതിനപ്പം യമുനെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന്. ആ വാ നമ്പൂതിരി, ആത്മാർത്ഥമായ ജോലിക്കിടയിൽ ഇത്ര റിലാക്സേഷൻ ആയിക്കോട്ടെന്ന്. നമ്പൂതിരിയുടെ കമന്റ് അടി ഗംഭീരാണെന്നാ യമുന പറഞ്ഞ്. പ്രസാദേ, വാക്കുകൾ കുറച്ചുകൂടി സൂക്ഷിച്ചുപയോഗിക്കണം. ഓഹോ, അപ്പൊ ആ ബോധമുണ്ട്. എന്നിട്ട് നിങ്ങൾ അതല്ലല്ലോ ചെയ്ത്. എന്നെ കാണാൻ വന്ന എന്റെ വിസിറ്ററോട് മാന്യതയുടെ സർവ്വ ലിമിറ്റും വിട്ട് വായിൽ തോന്നിയല്ല വിളിച്ചു പറഞ്ഞില്ലേ? അതിന് കാരണമുണ്ട്. വാട്ട് ബ്ലഡി റീസൺ? ഓഫീസ് ടൈമിൽ സ്ഥിരമായ ഒരു പെൺകുട്ടി ഇങ്ങനെ കയറി വന്നാൽ തന്നെ കാണാനല്ലോ, എന്നെ കാണാനല്ലേ വരുന്നത്. അതിനെന്തിനാ നമ്പൂതിരിക്ക് ഇത്ര അസുഖം? പ്രസാദ്, ഈ ഒരു കാര്യത്തിന്റെ പേരിൽ നമ്മൾ തമ്മിൽ സ്റ്റോപ്പ് ഇറ്റ്. സർവ്വ അനാവശ്യം വിളിച്ചു പറഞ്ഞിട്ട് കോംപ്രമൈസിന് വരുന്നു. ഇതാ ഞാൻ ഈ യമുന എന്റെ ക്യാബിനിലുണ്ട്. കുറെ നേരം അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. ഡു വാട്ട് യു ക്യാൻ. ഫോട്ടോ എടുക്കുകയോ ഇനി ആരെങ്കിലും വിളിച്ചു പറയുകയോ എന്തും. ചെയ്യും. അയാളിപ്പോ പറഞ്ഞിട്ട് പോയില്ലേ, അത് ഞാൻ ചെയ്യും ജെയിംസ്. തിരക്കിലാണോ? എനിക്ക് കുറച്ച് സീരിയസ് ആയി സംസാരിക്കാനുണ്ട്. ഇരിക്കൂ. വളരെ അൺപ്ലസന്റായ കാര്യങ്ങളാണ്. ഇത് സുമിത്രയെ അറിയിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ അറിയിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് തോന്നി. പ്രസാദിൻ്റെ കാര്യമാണ്. ഞങ്ങൾ സഹപ്രവർത്തകർ മതിപ്പോടെ നോക്കിയിരുന്ന ഒരു പ്രസാദ് ഉണ്ടായിരുന്നു. വളരെ സ്ട്രിക്റ്റായ, ഡ്യൂട്ടി കോൺഷ്യസായ ഒരു പ്രസാദ്. കമ്പനിക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു എഞ്ചിനീയർ. അത് പക്ഷേ കുറേ മാസങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. ആ കഥ മാറിയിരിക്കുന്നു, വല്ലാതെ മാറിയിരിക്കുന്നു. സുമിത്ര അതറിഞ്ഞിട്ടുണ്ടാവൂ. അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞേ മതിയാവും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഹി വാസ് സച്ച് ആൻ ഐഡിയൽ പേഴ്സണാലിറ്റി. അങ്ങനെ ഒരാൾ പുതിയ ചില ശീലങ്ങളിലേക്ക് വീഴുമ്പോൾ അത് മുളയിലെ നുള്ളുന്നതല്ലേ സേഫ്. നമ്പൂതിരി പറയുന്നത് ആ പെൺകുട്ടിയെ പറ്റിയാണ്. സുമിത്രയുടെ സിസ്റ്റർ യമുന എന്നല്ലേ ആ കുട്ടിയുടെ പേര്? അതെ, അവൾ സുമിത്രയുടെ അനിയത്തി എന്ന് പറയുമ്പോ പ്രസാദിന്റെ അനിയത്തിയാണല്ലോ. അല്ലെങ്കിൽ അങ്ങനെയല്ലേ കാണേണ്ടത്? സ്വന്തം ഏട്ടനായിട്ടല്ലേ ആ കുട്ടിയും പ്രസാദിനെ കാണേണ്ടത്. ഈ രണ്ട് കാഴ്ചയും അവിടെ ഇല്ല. ഇതൊരു പരദൂഷണമല്ല, ഒരു സിഗ്നലാണ്. ഇടയ്ക്കിടയ്ക്ക് യമുന ഓഫീസിൽ വരാറുണ്ടായിരുന്നു. ആദ്യമൊന്നും ഞങ്ങൾ സംശയിച്ചില്ല, അനിയത്തിയല്ലേ. പക്ഷേ ഞങ്ങളുടെ ധാരണ തെറ്റായിരുന്നു എന്ന് ഈ അടുത്ത മനസ്സിലായത്. അപ്പോ ഞങ്ങൾ കുറേശ്ശെ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. പ്രസാദിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഇന്നൊരു സംഭവം ഉണ്ടായി. അതാണ് ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്. കുറ്റപ്പെടുത്തിയ ഞങ്ങളുടെ മുമ്പിലേക്ക് ഓഫീസിലേക്ക് പ്രസാദ് കയറി വന്നു, യമുനയുടെ കൈയും പിടിച്ചുകൊണ്ട്. ഇത് മാക്സിമമാണ്. കളം വിട്ടുള്ള ഈ കളി പ്രസാദിന്റെ കരിയറിനെ ശരിക്കും ബാധിച്ചു കഴിഞ്ഞു. ജോലി വലുത് അഫക്റ്റ് ചെയ്യുന്ന ലക്ഷണമാണ്. സുമിത്ര വളരെ ഗൗരവമായി ഒന്ന് ശ്രദ്ധിക്കണം. ആ ബന്ധം അത് ശരിയല്ല. ഇറ്റ് ഷുഡ് ബി ഡിസ്കറേജ്ഡ്. അറിയിക്കേണ്ടത് എന്റെ കടമയാണെന്ന് തോന്നി, അതുകൊണ്ട് അറിയിച്ചു. വരട്ടെ. അമ്മ ഇവിടെ നിൽക്കുകയായിരുന്നോ? എന്താ മോളെ, മുഖം എന്താ വല്ലാതിരിക്കുന്നേ? പറ, കാര്യം എന്താ? കേട്ടാ ചിലപ്പോ അമ്മയ്ക്ക് സഹിക്കില്ല. മോൾക്ക് വിഷമം ഉണ്ടാക്കിയ കാര്യം എന്തായാലും ഈ അമ്മയ്ക്ക് അറിഞ്ഞേ പറ്റൂ. പറയേ, എന്താ ഉണ്ടായേ?
പ്രസാദേട്ടൻ ഇന്ന് യമുനയും കൊണ്ട് ഓഫീസിൽ ചെന്നത്ര. ഏ ഇത് നേരാണോ? ആരാ ഇത് മോളോട് പറഞ്ഞത്? പ്രസാദേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്പൂതിരി ബാങ്കിൽ വന്ന് പറയായിരുന്നു. ദൈവമേ, ഇവൻ എന്താ ഭ്രാന്തായോ? എന്തിനാ ഇവൻ ഇങ്ങനെ ചെയ്തത്? യമുനയോടുള്ള അടുപ്പത്തിന്റെ പേരിൽ പ്രസാദേട്ടനെ അവർ കുറ്റം പറഞ്ഞതിന്റെ പ്രതികാരമാണത്ര. എന്നിട്ട് അവരെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്ര ആളുകൾ കാണുക അവളുടെ കയ്യും പിടിച്ച്. മോള് വിഷമിക്കല്ലേ, എന്തിനും ഉണ്ടാവണമല്ലോ ഒരു പരിഹാരം. നമ്മൾ ഒന്നും എതിർത്ത് പറയാത്തപ്പോ മൗന സമ്മതമാണെന്ന് കരുതിയാവും അവന്റെ പോക്ക്. ഇത്ര നീചനായി പോയല്ലോ എന്റെ മോൻ. മാതൃക അച്ഛനാണെന്നും പറഞ്ഞ് നടക്കുന്നവൻ അച്ഛന്റെ പേരുകൂടെ കെടുത്താനാ അവന്റെ പുറപ്പാട്. ഇത്രയും നാൾ രഹസ്യമായിട്ടായിരുന്നു, ഇപ്പൊ പരസ്യമായി. ആ യമുന ഇത് എന്ത് ഭാവിച്ചാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ഈ കാര്യമൊക്കെ നാട്ടില് പാട്ടായ പിന്നെ നല്ലൊരു ബന്ധം കിട്ടുമോ ആ കുട്ടിക്ക്? അതെ, മോളുടെ അമ്മയെ വിളിച്ച് ഞാൻ ഇതൊക്കെ തുറന്നു പറയട്ടെ. വേണ്ടമ്മേ, ഈ കാര്യം ഞാൻ അറിഞ്ഞു പോയാൽ അമ്മയ്ക്കത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. അല്ലാത്ത ദുരന്തങ്ങളാവും പലം. അമ്മയൊന്നും അറിയിക്കല്ല. ആരോടും പറയാതെ ഇതിങ്ങനെ വളർത്തിക്കൊണ്ട് പോയാൽ നാളെ എന്താവും? ഭാഗ്യലക്ഷ്മി അറിയിക്കണ്ടെങ്കിൽ അറിയിക്കണ്ട. പക്ഷേ ചോദിക്കേണ്ടവനോട് ഞാൻ ചോദിക്കും, എന്റെ പുത്രനോട്. അച്ഛന്റെയും കുടുംബത്തിന്റെയും സൽപ്പേര് കെടുത്താൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ആ മാന്യനോട്. വരട്ടെ ഇങ്ങോട്ട്. അമ്മയുടെ മുകളിലുണ്ട്. സുമിത്ര വന്നോ? വന്നു. പ്രസാദേ, മനുഷ്യനായ കുറച്ചൊക്കെ അഭിമാനം വേണം. ഇത്രയ്ക്കങ്ങ് തരം താഴാൻ പാടില്ല. വന്ന് കേറിയില്ല, അതിനുമുമ്പ് തുടങ്ങിയല്ലോ. വീട്ടുകാരെ ഭയമില്ലെങ്കിൽ നാട്ടുകാരെങ്കിലും ഭയപ്പെടണം. നിലമറന്നുള്ള നിന്റെ ഈ പോക്ക് ഒടുവിൽ എവിടെ എത്തിക്കുന്നു വല്ല ചിന്തയുണ്ടോ നിനക്ക്? കഴിഞ്ഞോ? കഴിഞ്ഞില്ല, പക്ഷെ കഴിയാറായി എന്റെ മനസ്സ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അത്ര ഗംഭീരമാ എന്റെ മോനെ പറ്റി കേൾക്കുന്ന വാർത്തകൾ. എനിക്ക് കുറച്ച് ശത്രുക്കളുണ്ട്. അവരെന്നെ പറ്റി പല വാർത്തയും പരത്തിന്നിരിക്കും. ഫ്രീ സർവീസാ. ആ ട്രാഷൊക്കെ അപ്പാടെ വിശ്വസിക്കാനാണ് നമ്മുടെ ഭാവമെങ്കിൽ, ആ വിശ്വാസത്തിന്റെ പുറത്ത് എന്നെ വിമർശിക്കാനാണ് പുറപ്പാടെങ്കിൽ, സോറി, എനിക്കത് കേൾക്കാൻ സമയമില്ല, താല്പര്യമില്ല. നിനക്ക് എന്തിനാ ഇപ്പൊ താല്പര്യമെന്ന് എനിക്കറിയാം. നിന്റെ ഓഫീസിലുള്ളവർക്കും അറിയാം. എന്തറിയാമെന്ന? ഇത്ര കലിയുള്ള ഞാൻ എന്ത് ചെയ്തെന്നാ? എന്നെ കൊണ്ട് അത് പറയിപ്പിക്കണോ പ്രസാദേ? എനിക്കറിയാത്ത കാര്യമാണെങ്കിൽ പറയണം, പറഞ്ഞാലേ അറിയൂ. സർവ്വ മനുഷ്യരും കാണെ ആ കൊച്ചിന്റെ കയ്യും പിടിച്ച് നീ ഓഫീസിലേക്ക് കയറി ചെന്നില്ലേ? എന്നിട്ട് എല്ലാവരെയും വെല്ലുവിളിച്ചില്ലേ? ഇതൊന്നും ഞങ്ങൾ അറിയില്ലെന്ന് കരുതിയല്ലേ? ഭാര്യയുടെ അനിയത്തിയെന്ന് വെച്ചാ സ്വന്തം അനിയത്തിയെ പോലെ കാണേണ്ട കുട്ടി അവളുടെ കയ്യും പിടിച്ച്. ഛേ, എന്താ പ്രസാദം നിനക്ക് പറ്റിയത്? അപ്പോഴേക്ക് ആ ഭീകരവാർത്ത എത്തിയോ? ആരാതെ എത്തിച്ച മഹാൻ സൽഗുണസമ്പന്നൻ? അതെന്തിനാ നീ അറിയുന്നത്? ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ കണ്ട ഹൃദയമുള്ളവർക്കാർക്കും സഹിക്കാൻ പറ്റില്ല. ഹൃദയമുള്ളവർ, ഈ ഹൃദയമുള്ളവരുടെ കൾച്ചർ അമ്മയ്ക്ക് അറിയോ? യമുനയുടെ കയ്യും പിടിച്ച് ഞാൻ ഓഫീസിലേക്ക് ചെന്നെങ്കിൽ അതിന് കാരണക്കാർ ഈ ഹൃദയമുള്ളവർ തന്നെയാ. അറിയാമോ? എനിക്കറിയണ്ട. അറിയണം. അമ്മ ഉദ്ദേശിക്കുന്ന തെറ്റായ അർത്ഥത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. യമുന വല്ലപ്പോഴും എന്നെ കാണാൻ വരാറുണ്ട്. പക്ഷേ ഈ ഹൃദയാലുക്കളുടെ നോട്ടത്തിൽ അതിനൊരർത്ഥമേ ഉള്ളൂ, അവരുടെയൊക്കെ സംസ്കാരത്തിന് പറ്റിയ അർത്ഥം. അമ്മയ്ക്ക് അറിയാമോ, ഓഫീസിൽ എന്നെ കാണാൻ യമുന വന്നപ്പോൾ അവൾ ഇൻസൾട്ട് ചെയ്തു. അതിനുള്ള മറുപടി ഞാൻ കൊടുത്തത്
മറുപടി ഇതൊക്കെയാണ് നിനക്കിപ്പോ വലിയ വിഷയങ്ങൾ. ജോലിയിലുള്ള ശുഷ്കാന്തി കുറഞ്ഞു. വീട്ടിലെത്തിയ എന്തിനും ഏതിനും കുറ്റം, ദേഷ്യം. ഈ രീതിയിലാ നീ ഇനിയും മുമ്പോട്ട് പോകുന്നെങ്കിൽ പ്രസാദെ, സത്യമായും ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. അത്രയ്ക്ക് മനസ്സ് മടുത്തു കഴിഞ്ഞു. ഓ, അത്രയ്ക്ക് മനസ്സ് മടുത്തെങ്കിൽ, ഇവിടെ കഴിയാൻ തീരെ വയ്യെങ്കിൽ പോകാൻ പറ്റിയ സ്ഥലം ഞാൻ പറഞ്ഞുതരാം. മൂത്ത മകന്റെ വീട്. അതിനെന്താ, പോകുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് തന്നെ പോകും. എന്നാ പോയിക്കോ. അല്ലെങ്കിലും കുറെ നാളുകളായി അമ്മയുടെ ശരീരം മാത്രമല്ലേ ഇവിടെ ഉള്ളൂ, മനസ്സ് മുഴുവൻ അവിടെയല്ലേ. പോകൂ അത്ര. പോയിക്കോ. ഐ ഡോണ്ട് ബോദർ. അതെ, ഇനിയും അമ്മായിമ്മയ്ക്കും മരുമകൾക്കും ഒന്നിച്ചിരുന്ന് പ്രസാദിനെ ക്രിട്ടിസൈസ് ചെയ്യാം. പ്രസാദ് മാന്യനല്ലെന്ന് തീരുമാനത്തിലെത്താം. ഒരെതിർപ്പുമില്ല, സന്തോഷമേ ഉള്ളൂ. പിന്നെ എന്റെ കൂടെയുള്ള ജീവിതം ദുസ്സഹമാണെന്ന് തോന്നിയത് കൊണ്ട് ഇപ്പൊ ഒരാൾ മൂത്തപുത്രന്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാ. അതുപോലെ ഇനി ആർക്കെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ആവാം, രക്ഷപ്പെടാം. നോ ഒബ്ജക്ഷൻ.